നമസ്കാരം. കലൈഡോസ്കോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. നമ്മളിപ്പോൾ ആതിരപ്പള്ളിയിൽ നിന്നും വാഴച്ചാലിലേക്കുള്ളൊരു യാത്രയിലാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ നമ്മൾ ആവോളം നുകർന്നതിന് ശേഷം നമ്മളിപ്പോൾ വാഴച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വെള്ളച്ചാട്ടം, ആതിരപ്പള്ളി പോലെ തന്നെ വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ. ഷോളയാർ വനമേഖലയിൽപ്പെട്ട ഈ വെള്ളച്ചാട്ടം കാണുന്നതിനാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. വനത്തിന് നടുവിലൂടെയുള്ള ഈ കാനന യാത്ര നമുക്ക് വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. വളരെ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ആ വനമേഖലയിൽ കൂടിയൊക്കെയുള്ള ഒരു യാത്ര വളരെ ശ്രദ്ധേയമാണ്. നമ്മളിപ്പോൾ ഇവിടെ പിന്നിട്ട് നമ്മൾ ആതിരപ്പള്ളിയൊക്കെ പിന്നിട്ട് ആതിരപ്പള്ളിയുടെ വാഹന പാർക്കിങ്ങും ഒക്കെ പിന്നിട്ട് നമ്മൾ നേരെ മുൻപോട്ട് പോവുകയാണ്. ഇനിയിപ്പം വിടതൂർന്ന നിബിഡ വനമാണ്. ജനവാസം തീരെയില്ലാത്ത തികച്ചും വനമേഖലയാണ് നമ്മളീ പോകുന്ന സ്ഥലങ്ങളൊക്കെയും. വളരെ അപൂർവമായ പക്ഷിമൃഗാദികളും വളരെ അപൂർവമായ സസ്യങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഈ ഷോളയാർ വനമേഖല കാഴ്ചക്കാർക്ക് എപ്പോഴും വളരെ ആസ്വാദികരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നൊരു വനമേഖലയാണ്. ധാരാളം സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടം കാണുന്നതിലുപരിയായി ഈ വനമേഖലയിലെ പക്ഷിമൃഗാദികളെയും അതുപോലെ തന്നെ ഈ സസ്യങ്ങളെയും ഒക്കെ പഠിക്കുവാനും അവയെക്കുറിച്ച് അറിയുവാനും ഒക്കെ ആയിട്ട് ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട്. വെള്ളച്ചാട്ടം അതിൽ ഒരു കാഴ്ചകൾ മാത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ അവിടെയൊക്കെ പിന്നിട്ട് നമ്മൾ വാഴച്ചാലിലേക്ക് എത്തിച്ചേരുകയാണ്. വാഴച്ചാലിലെ ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമുക്ക് വാഴച്ചാലിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ചെക്ക് പോസ്റ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രാത്രി യാത്ര നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ വാഹന ഗതാഗതം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വരുന്ന വാഹനങ്ങളും അവയുടെ വിശദ വിവരങ്ങളും സഞ്ചാരികളുടെ വിവരങ്ങളും ഒക്കെ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമുക്കിവിടെ നിന്ന് മുൻപോട്ട് യാത്ര തുടരാനാവൂ. നമ്മളുടെ വാഹനത്തിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മുൻപോട്ട് യാത്ര തുടരുകയാണ് വാഹനം പാർക്ക് ചെയ്യുന്നതിനായിട്ട്. അതിനു മുൻപായി നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. അതായത് ഒരു ചെറിയ LP സ്കൂള്, അതുപോലെ തന്നെ ഒരു ഹോസ്റ്റല്, കൊച്ചുകുട്ടികൾക്ക് താമസിക്കുന്നതിനാവശ്യമായൊരു ഹോസ്റ്റല്, അതുപോലെ ഒരു അംഗൻവാടി, അങ്ങനെ ഏതാനും ചില സർക്കാർ സ്ഥാപനങ്ങൾ, അത്യാവശ്യം വേണ്ട 1-2 സ്ഥാപനങ്ങൾ അത്രമാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ വലിയ ആൾത്തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല. വലിയ കടകളോ അതുപോലെ മറ്റ് തിരക്കുകളോ ഒന്നുമില്ല. നമ്മളവിടെ എല്ലാം പിന്നിട്ട് നേരെ നമ്മൾ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ആതിരപ്പള്ളിയിൽ നിന്ന് വിഭിന്നമായി ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരു കാസ്കേഡ് വാട്ടർഫോൾ എന്ന് പറയും. ആതിരപ്പള്ളി ഒരു കാസ്കേഡ് വാട്ടർഫോളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുത്തനെ പാറകളിൽ കൂടി വെള്ളം ഒഴുകി വരുന്ന രീതിയിലുള്ള, അതിനാണ് കാസ്കേഡ് വാട്ടർഫോൾ എന്ന് പറയുന്നത്. വളരെ ദൂരേക്ക് ഇത് ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ്. ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അത് വലിയൊരു ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന രീതിയിലാണ്. ഇത് തികച്ചും വ്യത്യസ്തമായൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം. ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നതിനടുത്ത് വളരെ അടുത്ത് ചെന്ന് നമുക്കിത് കാണാൻ സാധിക്കും. വെള്ളം ഇങ്ങനെ പതഞ്ഞ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന, ഈ പാറക്കെട്ടുകളിൽ തട്ടി വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തികച്ചും വനത്തിന് നടുവിലാണ്. അതായത് വെള്ളച്ചാട്ടത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ നിബിഡമായ വനമാണ്. യാതൊരു രീതിയിലുള്ള കയ്യേറ്റങ്ങളോ മറ്റ് യാതൊരു മാലിന്യങ്ങളോ ഇല്ലാതെ ആ വനത്തിൻ്റെ ആ പ്രകൃതി ഭംഗി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ വെള്ളച്ചാട്ടം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ വലിയ തിരക്ക്, ആൾത്തിരക്കോ ബഹളമോ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഇല്ല. ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. അവരൊക്കെയും വന്ന് ഈ വെള്ളച്ചാട്ടം കണ്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോവുകയാണ്. നമ്മൾ ആതിരപ്പള്ളിയിൽ ചെന്നാൽ അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കൂട്ടം കൂടി അവിടെ വരുന്ന, ഞാൻ മുൻപ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ബഹളമാണ്. സഞ്ചാരികൾ വരുന്നതിൻ്റെയും അവർ വാഹനങ്ങൾ വരുന്നതിൻ്റെയും അങ്ങനെയൊക്കെ വലിയ തിരക്കാണ് അവിടെ. ഇവിടെ അങ്ങനെ ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇവിടെ സഞ്ചാരികൾ വരുന്നു, അവർ വെള്ളച്ചാട്ടത്തിന് വളരെ സമീപത്ത് ചെന്ന് നിന്ന് ഈ വെള്ളച്ചാട്ടം കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെയൊക്കെ സമയം ചെലവഴിച്ച് തിരിച്ചു പോവുകയാണ്. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് വളരെ അടുത്ത് ചെന്ന് നിന്ന് കാണാം. ഒരു 10 അടി അടുത്ത് ചെന്ന് നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്.
ഇതിപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് ഇത്രയും വളരെ ജലം കുറവ് കാണുന്നത്. മഴക്കാലമായാൽ ഈ വെള്ളച്ചാട്ടം നിറഞ്ഞ് കവിഞ്ഞ് പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വളരെയധികം വെള്ളം ഒഴുകുന്നൊരു, അതായത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്കൊക്കെ വെള്ളം കയറി വരുന്ന ഒരവസ്ഥയുണ്ടാവും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ആ സമയത്ത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു കാഴ്ചയുടെ 10 മടങ്ങ് ഭംഗിയാണ് മഴക്കാലമാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ആ പുഴയുടെ രൗദ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആ സമയത്തെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ മനോഹരമായി തെളിഞ്ഞ വെള്ളം ഇങ്ങനെ പതഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, അതിൻ്റെ തെളിമ നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഒരു ഏകദേശം ഒരു 100 മീറ്ററോളം ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും നമ്മൾ നോക്കുന്ന സ്ഥലത്ത് നിന്ന്. വളരെ മനോഹരമായിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴേക്ക് നോക്കി നമ്മൾ ആ വനത്തിൻ്റെ ആ മരങ്ങൾക്കിടയിൽ കൂടിയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അതുപോലെ സമൃദ്ധമായ മരങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഒരു രീതിയിലുള്ള ഒരു കയ്യേറ്റവും മരങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ മനോഹരമായും അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ടും സംരക്ഷിച്ചു പോരുന്ന ഒരു വെള്ളച്ചാട്ടം. ഇതിൻ്റെ സമീപങ്ങളിലൊക്കെ വളരെ വൃത്തിയോടുകൂടി മാലിന്യങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യന് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഈ വെള്ളച്ചാട്ടം ക്രമീകരിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്നാൽ പ്ലാസ്റ്റിക്, പേപ്പർ, മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്ന കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു കാഴ്ചകളും ഇല്ല. എപ്പോഴും വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട്, എന്നാൽ ആ വനത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് ആസ്വദിക്കാൻ സാധിക്കും. ആ തെളിഞ്ഞ വെള്ളം അത് നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കില്ല. നമ്മൾ വേലി കെട്ടി നിർത്തിയിരിക്കണം. ആളുകൾ അങ്ങോട്ട് ഇറങ്ങുന്ന അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇതിന് ചുറ്റുമുള്ള സമീപ പ്രദേശങ്ങളൊക്കെയും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേലിയിട്ട് വേർതിരിച്ച് വനവും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപ പ്രദേശവും തമ്മിൽ വേലി കെട്ടി തിരിച്ചിരിക്കുക. ഇലക്ട്രിക് ഫെൻസിങ് ആണ്. വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കടക്കാതെ അത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ പരിസരങ്ങളൊക്കെയും നല്ലപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ധാരാളം മരങ്ങളും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളൊക്കെ അതിലുണ്ട്. ഒരുപാട് മൃഗങ്ങൾ ഈ സമീപത്തൊക്കെ കാണാവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ വന്നപ്പോൾ മൃഗങ്ങളെയൊന്നും കണ്ടിട്ടില്ല. സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം മൃഗങ്ങൾ എത്തിച്ചേരും. ഇതിൻ്റെ ഈ പരിസരത്ത് വളരെ മനോഹരമായിട്ട് അവരൊരു ഉദ്യാനവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു ഗാർഡൻ, അത് വളരെ ഭംഗിയായി ചിട്ടയായിട്ട് അവരത് ക്രമീകരിച്ചിരിക്കുകയാണ്. അതിന് നടുവിലായിട്ട് ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബംഗ്ലാവ് ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ നമ്മളിപ്പോൾ കാണുന്നത് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ബംഗ്ലാവാണ്. ഉദ്യോഗസ്ഥർക്കും മറ്റധികാരികൾക്കുമൊക്കെ വന്ന് വിശ്രമിക്കുവാനും കാര്യങ്ങൾ ക്രമീകരിക്കാനും ഒക്കെ ആയിട്ട് അവർ വരുന്നതാണിവിടെ. അതുപോലെ തന്നെ ചെടികളും പുൽത്തകിടികളും അതുപോലെ ആ ഫുട്പാത്തുകളൊക്കെ കല്ല് പാകി വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ നടന്നു പോകത്തക്ക രീതിയിൽ. ഒരു രീതിയിലുള്ള മാലിന്യങ്ങളും ആ പ്രദേശത്തെങ്ങുമില്ല. മരങ്ങളുടെ ഇലകളൊക്കെ അല്ലാതെ മറ്റ് പേപ്പറുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയുള്ള യാതൊരു മാലിന്യങ്ങളും ആ സമീപ പ്രദേശങ്ങളിലെങ്ങുമില്ല. എല്ലാം നല്ല ചിട്ടയോടുകൂടി. അതുപോലെ തന്നെ നമുക്കിവിടെ ആളുകൾക്ക് ഇരിക്കുവാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ, മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുവാനും അങ്ങനെ സമയം ചിലവഴിക്കാനും ഒക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു കാഴ്ചയാണ്. ഇത് വന്നൊന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. വനത്തിന് നടുവിൽ എങ്ങനെ ഒരു ഉദ്യാനം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ, സ്നാക്സ് പാർലറുകൾ, അതുപോലെ മറ്റ് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ക്രമീകരിക്കുമ്പോഴും വനത്തിൻ്റെയും ആ പ്രകൃതിയുടെയും ഒക്കെ ഭംഗി നശിക്കാതെ അതിനോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ആ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആ സൗകര്യങ്ങളുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. നമ്മൾ പല
ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോഴും അത്രത്തോളം മെച്ചപ്പെട്ട രീതിയിലുള്ള ക്രമീകരണങ്ങളില്ലെങ്കിലും ഇവിടെ അതൊക്കെ തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആ വാതിൽ എൻട്രൻസൊക്കെ വളരെ മനോഹരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നൊരു എൻട്രൻസും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പിന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിന്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, വണ്ടി പാർക്ക് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട 1-2 കടകളുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങൾക്കുള്ള ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിവിടുന്ന് യാത്ര വീണ്ടും പുറപ്പെടുകയാണ്. നമ്മളിനിയിപ്പം മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ളൊരു യാത്രയിലാണ്. അതിൻ്റെ വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.